ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ഷോർട്ട് ഒരു ഷോർട്ട് ഓവർവ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നിങ്ങളൊരു പിക്സൽ എടുക്കണോ അല്ലെങ്കിൽ സാംസങ് S23 എടുക്കണോ? ഇപ്പോൾ ഭയങ്കരമായിട്ട് വരും നമുക്ക് കമന്റ് വരുന്ന ഒരു സംഭവമാണ്. എൻ്റെ S23 എടുക്കണോ അല്ലെങ്കിൽ പിക്സൽ 7 എടുക്കണോ, പിക്സൽ 8 എടുക്കണോ അതിൽ ഇഷ്ടം പോലെ കമന്റ്സ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല ഓഫറും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ S23 കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു 50,000 രൂപയുടെ താഴെ നമുക്ക് ഒരു S23 നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ പിക്സൽ 7 8ൻ്റെ കാര്യം പറഞ്ഞെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 55 റേഞ്ചിൽ വരുന്നുണ്ട്. പിക്സൽ 8ഉം പിക്സൽ 7ഉം വലിയ ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പിക്സൽ എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിക്സൽ 7 ആയിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പിക്സൽ 7 ആണ്. നമുക്ക് ഇത് ഈ സാധനം ഓൾമോസ്റ്റ് ഒരു 35,000 രൂപയ്ക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഈ ഗോഡ് സെയിൽ കഴിഞ്ഞാൽ അത് കൂടിട്ടാണ്. ശരിക്കും ഇതിൻ്റെ പ്രൈസ് 45 അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓവറോൾ ഒരു ഓൾമോസ്റ്റ് ഒരു സിമിലർ പ്രൈസ് റേഞ്ചിൽ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഷോർട്ട് കമ്പാരിസണും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതാണ് ബെസ്റ്റ് ഈ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുന്നതാണ് നമ്മളിത് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനം ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്യാമറയാണ് നിങ്ങൾക്ക് മെയിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ പിക്സൽ എടുക്കാനാണ് ഞാൻ പറയാം. ഇത് S23 മോശമെന്നല്ല പറയുന്നത്, പക്ഷേ പിക്സലിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ബെറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി സ്മൂത്തർ ഇൻ്റർഫേസും സംഭവമൊക്കെയാണ്. ഓവറോൾ സ്മൂത്തറാണ്, അത് വേറെ കാര്യം. ഭയങ്കര സ്മൂത്ത് എന്ന് പറഞ്ഞാൽ ഒടുക്കത്ത. ഇത് നിങ്ങൾ പിക്സൽ ഇതായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കട്ടെ. എന്ന് വെച്ചാൽ അതൊരു ഒരു ഡിഫറെൻ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ബട്ടർ സ്മൂത്ത് അങ്ങനെ എന്തൊക്കെയാണ് പറയാം. പക്ഷേ ഇതിൽ G2 പ്രൊസറാണ് വരുന്നത്. G2 പ്രൊസർ പറയുമ്പോൾ വലിയ ഹെവി പ്രൊസറൊന്നുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഗെയിമിങ്ങിന് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ബാക്കി യൂസ് ചെയ്യുമ്പോഴും ബാക്കി എല്ലാ സംഭവത്തിനും ഒരു ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഞാൻ ക്യാമറ ഓണാക്കി കാണിച്ചിട്ട് അവിടെ ക്യാമറ ഭയങ്കര സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ക്യാമറ ക്വാളിറ്റി ഒക്കെ നല്ല കിടിലം ക്യാമറ ക്വാളിറ്റിയാണ് കേട്ടോ. വീഡിയോന് എന്തായാലും ഐഫോണിൻ്റെ അത്രയൊന്നും വരില്ല, വേറെ കാര്യം. അത് S23 വരില്ല. എന്ന് വെച്ചാൽ ഐഫോൺ ശരിക്കും അടിച്ചു കയറുന്നത് എവിടെയാണ്? സ്റ്റെബിലൈസേഷനിലാണ്. അതിൽ എന്തായാലും രണ്ടെണ്ണമല്ല, S24 ആയാലും വരില്ല, പിക്സൽ 8 ആയാലും വരില്ല കേട്ടോ. പിക്സൽ 8 Pro ആയാലും വരില്ല. അതിന് സ്റ്റെബിലൈസേഷന് ഐഫോണിൻ്റെ അവരുടെ അൽഗോരിതത്തിനെ റെക്കമെൻഡ് തന്നെ ചെയ്യണം വീഡിയോ പർപ്പസിന് കേട്ടോ. പക്ഷേ ഫോട്ടോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ടാമത്തെ തന്നെ എടുക്കാം. iPhone 15 ക്യാമറ പെർഫോമൻസ് ആണ്. ഞാൻ ഓൾറെഡി എൻ്റെ ലൈവ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ ലൈവ് പോയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഓൾറെഡി ലൈവായിട്ട് രണ്ടെണ്ണത്തിലും സെൽഫി ക്യാമറയിൽ ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തന്നത്, ഈ 3 അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാമറ ഇതിൽ വരുന്നത്. ഇതിൽ നമുക്ക് കുറേ ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി എന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് സാംസങ് S23 കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, കമ്പാരിറ്റീവ്ലി. പിന്നെ വേറെ കമ്പാരിസൺ എന്താ അറിയോ? ഇതിൽ നമുക്ക് സ്ക്രീൻ സൈസ് കുറച്ചും കൂടി വലുത് നമ്മുടെ പിക്സൽ 7 ആണ്. ഇത് 6.3 വരുന്നുണ്ട്. 90 ഹെർട്സിൻ്റെ വരുന്നുള്ളൂ. പക്ഷേ തീരെ അറിയുന്നില്ല, അത്രയ്ക്ക് സ്മൂത്താണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് 120 ഹെർട്സിൻ്റെ വരുന്നുണ്ട്. 6.1 ആണ്. അതാണ് വേറൊരു ചേഞ്ച് വരുന്നത്. പിന്നെ വരുന്ന ചേഞ്ച് വന്ന ക്യാമറയിൽ വരുമ്പോൾ നമുക്ക് ഇതിൽ 3 കിട്ടും. ഒരെണ്ണം ടെലിഫോട്ടോ ലെൻസ് കിട്ടുന്നില്ല. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്, സൂം ചെയ്ത് എടുക്കാമെന്നൊക്കെ. ഇതിൽ പക്ഷേ നമുക്ക് ഐഫോണിലെ പോലെ 2 കിട്ടുന്നുള്ളൂ. പക്ഷേ ക്യാമറ ക്വാളിറ്റി ഒക്കെ സൂപ്പറുണ്ട്, അത് പറയാണ്ടിരിക്കാൻ വയ്യ. ബാക്കി ഓവറോൾ കിടിലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഹീറ്റ് എനിക്ക് പക്ഷേ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം വലിയ ഹീറ്റൊന്നും സംഭവമൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല പിക്സലിൽ. ഇനിയിപ്പോൾ എൻ്റെ ഡിവൈസിനെ മാത്രമാണെന്ന് അറിയില്ല. ഇതിൽ ആക്ച്വലി എനിക്ക് ഫേസ് ചെയ്ത ആകെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് നെറ്റ്വർക്ക് ഇഷ്യൂ ആണ്. ഞാൻ മുമ്പ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ 2 ഞാൻ ജിയോ ഒട്ടയ്ക്കുന്നത്. ഇതിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഇതിലിവിടെ നമുക്ക് സാംസങ്ങിൽ നല്ല റേഞ്ച് നെറ്റ്വർക്കാണ്, സൂപ്പറുണ്ട്. അത് കംപ്ലൈൻ്റ് ഒന്നും പറയാനൊന്നുമില്ല, ഞാൻ എടുത്ത് പറഞ്ഞു മാത്രമേ ഉള്ളൂ. ഇതിൽ 4 കട്ട കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ ചിലപ്പോൾ നമുക്ക് 3 കട്ടയോ 2 കട്ടയോ കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ നെറ്റ്വർക്ക് ഇഷ്യൂവിൻ്റെ പ്രോബ്ലം. അതൊരു പതുക്കെ അപ്ഡേറ്റിൽ സോൾവ് ചെയ്ത് വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അത് നമുക്ക് എടുത്ത് പറയാണ്ടിരിക്കാനുള്ള ഒരു മേജർ കോൺ അതാണ്. നെറ്റ്വർക്ക് പിടിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അത് കുറച്ച് കുറവാണ് പിക്സലിന്. അത് ഇവരെ 8 മോഡലിനും ഉണ്ട്. അതിപ്പോൾ നിങ്ങൾ 8 എടുത്തുകൊണ്ട് അത് സോൾവ് ആവണമെന്നില്ല. പക്ഷെ അങ്ങനെ ഇത് 2 ഉണ്ട് കേട്ടോ പ്രോബ്ലം. അതല്ലാണ്ട് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് പറയാനില്ല. ബിൽഡ് ക്വാളിറ്റി സൂപ്പറാണ്. എന്താ പറയുക സ്ക്രീനും നമുക്ക് വിക്ടസ് വരുന്നുണ്ട്, പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. ബാക്കിൽ നമുക്ക് ഇവരെ ഡിസൈൻ ആയിട്ടുള്ള ഈ സാധനം ഇതും മാറ്റാണ്. അതുകൊണ്ട് തന്നെ സ്ക്രാച്ച് സംഭവമൊന്നും ആവുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആക്ച്വലി കേസിട്ടാണ് ഉപയോഗിക്കുന്നത്, മെജോറിറ്റി കേസിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ സ്ക്രീൻ ഫ്രണ്ടിൽ ഒട്ടിച്ചിട്ടുമുണ്ട്. ടെമ്പർ ഗ്ലാസ് അല്ല, ടെമ്പർ ഗ്ലാസ് വരുമ്പോൾ ഈ സാധനം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയതുകൊണ്ട് അങ്ങനെ പൊന്തിക്കും. അപ്പോൾ നമുക്കൊരു സുഖം ഉണ്ടാവില്ല. ഞാൻ ആക്ച്വലി ഒട്ടിച്ചേക്കുന്നത് ഒരു ഷീൽഡാണ്. ഞാൻ എൻ്റെ ബ്രാൻഡ് നെയിമൊന്നും പറയുന്നില്ല, അവർക്ക് ഇങ്ങനെ പ്രമോഷൻ സംഭവമൊന്നുമല്ല. ഇത് ആക്ച്വലി ഇത് കടയിലൊക്കെ അവൈലബിൾ ആണ്, അത് വേറെ കാര്യം. പക്ഷേ ഒട്ടിക്കുമ്പോൾ നല്ല സാധനം നോക്കി ഒട്ടിക്കാൻ നോക്കണ്ട. ഈ UV ഷീൽഡൊന്നും ഒട്ടിക്കരുതിട്ട്, അത് കർവ് സ്ക്രീനൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് നോർമൽ മതി. ഓവറോൾ എക്സ്പീരിയൻസും. പിന്നെ നിങ്ങൾക്ക് എടുത്തു പറയേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ പിക്സൽ UA ആണ്. അപ്പോൾ അപ്ഡേറ്റ് ഒക്കെ നമുക്ക് ഇതിലാണ് കിട്ടുക.
അതുപോലെ തന്നെ ഭയങ്കര സ്മൂത്താണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതായിക്കോട്ടെ, എല്ലാം ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിലും എനിക്ക് സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ് S23. S24 എടുക്കാൻ ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യില്ല. ഒരു 10-20,000 ഇതിനായിട്ടും കൂടുതൽ കൊടുക്കേണ്ടി വരും. കൊടുത്തു കഴിഞ്ഞാൽ തന്നെ സെയിം സാധനം കിട്ടുക, അതാണ് വേറൊരു പ്രോബ്ലം. നമുക്ക് 25 വാട്ട് തന്നെ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് 22 വാട്ടൊക്കെ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട്, ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ക്യാമറയും ഇതിൻ്റെയും കിടിലം തന്നെയാണ്. സെൽഫി രണ്ടെണ്ണത്തിനും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെ വേണമെങ്കിൽ പറയാട്ടോ. ചാർജിങ്ങും ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്. ബാറ്ററി ബാക്കപ്പിൻ്റെ കാര്യം പറയണമെങ്കിൽ S23 സ്ലൈറ്റ് ഒരു 2-3 മണിക്കൂർ കൂടുതൽ കിട്ടുന്നുണ്ടെന്നും പറയാം. പിക്സൽ നമുക്ക് ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം കുറച്ചുകൂടി ബാറ്ററി ബാക്കപ്പ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, അതെടുത്ത് പറയാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ബാറ്ററി ബാക്കപ്പ് കഴിഞ്ഞു. വീഡിയോ പെർഫോമൻസ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. നെറ്റ്വർക്കിൻ്റെ കാര്യം ഞാൻ ഓൾറെഡി എടുത്ത് പറഞ്ഞു. കോൾസിൻ്റെ സംഭവത്തൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു. കോൾ ക്വാളിറ്റി സംഭവമൊക്കെ രണ്ടും മോസ്റ്റ് ഈക്വൽ കിടിലം തന്നെയാണ്. അതിന് വല്ല കംപ്ലൈൻറ്റ് സംഭവം ഒന്നും പറയാനൊന്നുമില്ല കേട്ടോ. വെയിറ്റും ഇതിന് കുറച്ച് വെയിറ്റ് കൂടുതലാണ്. പിക്സലിനാണ് കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ വരുന്നത്, ഇതിനാണ് കുറച്ച് ലൈറ്റ് വെയിറ്റ് വരുന്നത് കേട്ടോ. പിന്നെ ചെറുതാണ്, ഡിസ്പ്ലേ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ നമുക്ക് എന്താ പറയാനുള്ളത്, ബിൽഡ് ക്വാളിറ്റി ഒക്കെ രണ്ടും കിടിലം തന്നെയാണ്. രണ്ടും ബാക്കിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്, വിക്ടസ് തന്നെയാണ് വരുന്നത്. അതൊക്കെ കിടിലം തന്നെയാണ്, അതൊക്കെ ഓൾമോസ്റ്റ് ഈക്വലും തന്നെയാണ്. അതല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങൾ വേറെ നെഗറ്റീവായിട്ട് പറയാനൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ S23 എടുക്കണോ പിക്സൽ എടുക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു പിക്സൽ എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അപ്പം തന്നെ വേണം, പെട്ടെന്ന് തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പിക്സലിൻ്റെ ഫീച്ചേഴ്സ് അപ്പം തന്നെ വേണം. അങ്ങനത്തെ ഒക്കെ ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ ക്ലീൻ UI വേണം, അങ്ങനത്തെ ഒക്കെ ഒരാളാണെങ്കിൽ നിങ്ങൾ പിക്സൽ എടുക്കാം. ഗെയിമിംഗ് ആണെങ്കിൽ എടുക്കാണ്ട് ആ ഏരിയയ്ക്ക് പോകണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പിക്സൽ 7 എടുക്കാം, കണ്ണും പൊട്ടിയെടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഒരു പ്രോബ്ലം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നെറ്റ്വർക്ക്. പക്ഷെ അതും വലിയ ഇഷ്യൂ എന്ന് പറയണമെന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഇതിപ്പോൾ റീചാർജ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഒരു എംബളം കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന് ശേഷം കുറേയൊക്കെ ഫിക്സ് ആയിട്ടുണ്ട്. നെറ്റ്വർക്ക് ഇഷ്യൂ കണ്ടു, ഇപ്പോൾ കാണിക്കുന്നുണ്ടോ, ഓൾമോസ്റ്റ് 4 ഘട്ടം കാണിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഇതും സെയിം ജിയോ തന്നെയാണ്. ഇതിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 ഘട്ടം തന്നെ കാണിക്കുന്നുണ്ടോ. ഫോക്കസ് ആവുക സോണിയെ കണ്ടോ. അപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ലാണ്ടൊക്കെ നെറ്റ്വർക്ക് ഇഷ്യൂ ഫിക്സ് ചെയ്ത് അവന്മാർ വരുന്നുണ്ട്, എന്നാലും ഉണ്ട്. അത് ഞാൻ എടുത്ത് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സൗണ്ട് ക്വാളിറ്റിയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ ആക്ച്വലി S23 വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ പിക്സൽ 7 കിട്ടുന്നത്. നമുക്ക് ഓഫറടക്കം ഒരു 34 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല ഡീലാണ്. പക്ഷെ നിങ്ങൾക്ക് ഒരു ഓവറോൾ ഫുൾ ഒരു പാക്കേജ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ S23 എടുക്കാം. 46 രൂപയ്ക്ക് നിങ്ങൾക്ക് അവരെ 128 GB വരുന്ന കിട്ടും. പക്ഷേ നിങ്ങൾ S23 എടുക്കുകയാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് 256 GB എടുത്താൽ മതിയിട്ട്. അപ്പോൾ എൻ്റെ ഒക്കെ 256 GB ആണ്. അപ്പോൾ നിങ്ങൾക്കത് എന്തായാലും ഉപകാരപ്പെടുന്ന വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം ക്യാമറ വീഡിയോ സംഭവം എടുക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സൈസ് വരും. അപ്പോൾ അത് എന്തായാലും നിങ്ങൾക്ക് ഈ സൈസ് ഇത് വേണ്ടി വരും, ഇത്രയും GB വേണ്ടി വരും. അത് ആപ്ലിക്കബിൾ ടു iPhone ഓൾസോ കേട്ടോ. അപ്പോൾ iPhone ഇപ്പോൾ എന്തായാലും iPhone 50 ആണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തേക്കുന്നത് 256 GB ആണ്. അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിൽ ഈ സാധനത്തിലേക്ക് 256 GB എടുക്കാൻ മറക്കണ്ട. ഈ സാംസങ് S23 കാര്യം പറയുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് 5,000 രൂപ ഡിഫറൻസ് വരുന്നത്. ഇപ്പോൾ ആപ്പിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 10,000 രൂപ ഡിഫറൻസ് വരും കേട്ടോ, അതാണ് വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് ഇടുന്നതാണ്. നമ്മുടെ 2 മെയിൻ ചാനൽസും കടത്തുറവേ കണ്ടുവെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലാക്കിയാൽ മതി, ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അടുത്ത കാണാം, ബൈ.